അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോയിൽ സൂറത്ത് തക്കാസുർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അതായത് നമുക്കെല്ലാവരും സാധാരണ ഓതുന്ന അൽഹാക്കുമുത്ത് തക്കാസുർ എന്ന സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ സൂറത്തൊന്ന് ഓതി കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത്ത് തക്കാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്നിങ്ങനെ 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അൽഹാക്കുമുത്ത് തക്കാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഇത് ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ പറഞ്ഞ കാര്യമാണ്. അതായത് മനുഷ്യന്മാർ അവരവർക്കുണ്ടാകുന്ന സമ്പത്ത്, എൻ്റെ വീട് കണ്ടോ, എൻ്റെ ആഭരണങ്ങൾ കണ്ടോ, എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എൻ്റെ മക്കളെ കണ്ടോ, അവർക്ക് അങ്ങനെ ഉണ്ട്, ഞാൻ അവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെരുപ്പം കാണിക്കുന്ന സ്വഭാവം മനുഷ്യർക്ക് വളരെ കൂടുതലാണ്. അത് മനുഷ്യനെ അവൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൽ നിന്ന് അവനെ അശ്രദ്ധയിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അതായത് ഒരു മനുഷ്യൻ മരിച്ച് കബറിൽ എത്തിച്ചേരുന്നത് വരെ അവന് പരസ്പരം പെരുപ്പം കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ചത്ത് കിടക്കുകയാണെങ്കിലും ചമഞ്ഞ് കിടക്കുമെന്ന്. ഇപ്പം വലിയ കൊട്ടാരത്തിൽ മരിച്ചു കിടക്കുക, ആ സമയത്ത് പോലും അവൻ്റെ ആഡംബരവും അവനുണ്ടായിരുന്ന സൗകര്യങ്ങളും അത് പെരുപ്പമായി, അതായത് വർദ്ധിച്ച സ്വത്തിൻ്റെ ഉടമയൊക്കെയായി അവൻ ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അവിടെ അവൻ മരിച്ച് കബറിലെത്തുമ്പോൾ ഇവൻ്റെ ഈ 3 തുണിയും ആ ഒരു കുഴിയും മാത്രമേ അവനുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ വേണ്ട, പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. എന്താ മനസ്സിലാക്കുക? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, വേണ്ട, നിങ്ങൾ ദൃഢമായ അറിവ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അതായത് ഈ ദുനിയാവ് നശ്വരമാണ്, ഇവിടെ ഒന്നും മനുഷ്യന് കൊണ്ടുപോകാനില്ല. ഇവിടെ എന്ത് പെരുപ്പം കാണിച്ചാലും എത്ര കോടിയുടെ സ്വത്തുണ്ടെങ്കിലും ഈ 3 തുണിയും ഒരു പള്ളിക്കാട്ടിലെ ഒരു കുഴിയുമല്ലാതെ മറ്റൊന്നും നമ്മുടെ സ്വന്തമായിട്ടില്ല എന്നുള്ള അറിവ് ഒരു മനുഷ്യന് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ പെരുപ്പം കാണിക്കില്ലായിരുന്നു. ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പിന്നെ നിങ്ങൾ അതിനെ ദൃഢമായ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അശ്രദ്ധയിലായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവരെ കാത്തിരിക്കുന്നത് ജ്വലിക്കുന്ന നരകമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളുടെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ശരീരം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവ്. അവന് കണ്ണുണ്ട്, കണ്ണ് കാണാത്തവരെ വെച്ച് നോക്കുമ്പോൾ അവന് എത്ര വലിയ അനുഗ്രഹമാണ്. അവന് ചെവിയുണ്ട്, ചെവി കേൾക്കാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് എത്ര വലിയ അനുഗ്രഹമാണ്. അവൻ്റെ കാലുകൾ, അവൻ്റെ കൈ എന്ന് തുടങ്ങുന്ന അവൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും, അവന് ജീവിക്കാനുള്ള ശ്വാസം, അവനുള്ള വെള്ളം, പ്രപഞ്ചത്തിൽ അവന് ജീവിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും അള്ളാഹു അനുഗ്രഹിച്ച് അവന് നിയമത്തായി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രത്തിലൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും.
അതായത് വിശന്ന് വലഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് എത്തി. അവിടെ അതിലേറെ വിശപ്പുമായി അബൂബക്കർ സിദ്ദീഖ്, അതിലേറെ വിശപ്പുമായി ഉമർ ഖത്താബ്, ഇവർ 3 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സഹാബി അവരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പച്ചയും പഴുത്തതുമായ കുറേ ഈത്തപ്പഴങ്ങൾ കൊടുത്തു. അത് കഴിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. നമുക്ക് നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചോ നമ്മുടെ ജീവിത സുഖങ്ങളെക്കുറിച്ചോ നമ്മുടെ ലളിതമായ ജീവിതങ്ങളെക്കുറിച്ചോ നമുക്ക് യാതൊരു ചിന്തയുമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പുറത്തെ വീട്ടിൽ കാറുണ്ട്, നമുക്ക് കാറുണ്ടോ? അപ്പുറത്തെ വീട്ടിൽ കൊട്ടാരം പോലത്തെ വീടാണ്, നമുക്ക് കൊട്ടാരം പോലത്തെ വീടുണ്ടോ? അവരവിടുത്തെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ഡോക്ടറാക്കി എൻജിനീയറാക്കി, നമ്മളത് ചെയ്തിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തിനെ കുറച്ച് കാണിക്കുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റമുണ്ടാകണം, അശ്രദ്ധയിൽ നിന്ന് നമ്മൾ മാറണമെന്നാണ് ഈ ഖുർആൻ സൂറത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റേതെങ്കിലും സൂറത്തുകളുടെ ആശയങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതേക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.